666 വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വില്ലേജ്. അണ്ണാ എത്ര നാളായി അണ്ണ അയ്യോ അണ്ണാച്ചിയുടെ കണ്ണി നോക്കരുത് സീന. അണ്ണൻ റോങ്ങാ. പൊക്കോ എന്റെ റൂമിന്ന് പൊക്കോ. അന്യപുരുഷന്റെ റൂമിൽ ഇങ്ങനെ കേറുന്നത് നല്ലതല്ല. ഞാനും ചില സമയം റോങ്ങാ. കണ്ണും കഥകൾ കൈമാറും അനുരാഗമേ. ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ. അയ്യോ ഞാൻ ദൂരെ നിന്ന് നോക്കിയാലും സീനാണോ? അയ്യോ പ്രശ്നമായി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ക്ലാസിക് ഡൈസ്, ക്രാഷ്, കോയിൻ ഫ്ലിപ്പ് ഇതുപോലുള്ള ഗെയിമൊക്കെ കളിച്ച് കുറച്ച് ഏൺ ചെയ്യാൻ പറ്റും ഫ്രം PC ഗെയിംസ്. ഇത് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇത് അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ള മില്യൻസ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വീഡിയോയിലൊക്കെ ഭയങ്കര എളുപ്പം. നിങ്ങളുടെ വിൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒത്തിരി ഗെയിംസ് ഉണ്ട് ഇതിനകത്ത്. എന്റെ ഫേവറേറ്റ് ഗെയിം മൈൻസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ മൈനും ഇതൊക്കെ കണ്ടുപിടിക്കണം. അതുപോലത്തെ ഒരു പരിപാടി ചെയ്ത് പൈസ കിട്ടുന്ന പോകുന്ന പരിപാടിയൊക്കെ ആയിട്ട് കളിക്കാൻ അത്ര എളുപ്പമൊന്നും ആയിരിക്കത്തില്ല. സ്പോർട്സിന്റെ സെക്ഷൻ നിങ്ങൾക്ക് അല്ലാതെ കിട്ടും. അതിനകത്ത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300% അതിന് ബോണസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് സെക്ഷൻ. പൈസ പോവുകയും ചെയ്യും കിട്ടുകയും ചെയ്യും. കൊണ്ട് നോക്കി കണ്ടുമൊക്കെ ചെയ്യുക. ഈ പന്നനെയൊക്കെ കൊണ്ട് എന്തോ ചെയ്യാനാന്ന് പറയാം. ഇവനൊക്കെ എന്റെ സ്വന്തം വീട്ടിൽ എനിക്ക് സമാധാനം തരത്തില്ലെന്ന് പറഞ്ഞാൽ പോരാനിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലോ. ഒരു ഷീൽഡ് എടുത്ത് കൈ വെച്ചേക്കട്ടെ. ഇരുമ്പിന്റെ ജെട്ടിയിട്ടോണ്ട് നടന്നാലേ ഇവിടെ സമാധാനം വരത്തുള്ളൂ. ടെക്സ് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. അതൊക്കെ ഇതാണ് നമ്മുടെ പുത്തൻ വില്ലേജ് ഗൈസ്. ഇതിന്റെ കുറച്ചുകൂടെ ഡെപ്തിലുള്ള വ്യൂസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇതിന്റെ കുറച്ച് ഡെപ്തിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. സൂക്ഷിച്ചും കണ്ട് വേണം നടക്കാൻ. ഞാൻ സ്റ്റെപ്പ് ഒന്നും പണിഞ്ഞിട്ടില്ല. നമുക്കൊരു സ്റ്റെപ്പ് പണിയണം. അതിന്റെ ആവശ്യമുണ്ട്. ഭയങ്കര മഴയും മിന്നലും ഇടിമിന്നലും ഒക്കെ കുറെ നാളായിട്ട് എന്താണെന്നറിയത്തില്ല. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ഉണ്ട് എന്റെ ഈ വില്ലേജിന്റെ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സൂക്ഷിച്ചിറങ്ങും. ഇപ്പൊ ഇതിനകത്ത് വീണ് ചത്തേനെ ചുമ്മാ. ഇതൊക്കെ ആരുടെ ഇവിടെ പണിഞ്ഞു വെച്ചേക്കുന്നില്ലേ? വീണിയാവും ഉറപ്പാ. ചുമ്മാതെ. നമ്മുടെ വില്ലേജ് ഇതാണ്. ഇപ്പൊ ഈ മഴയായോണ്ട് ഒന്നും അങ്ങോട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മഴയായോണ്ട് ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? വേണ്ട ഒരു പന്നി. അന്നും ക്രൂരൻ ഇന്നും ക്രൂരൻ. അമ്പുടു ആവാ ദാണ്ട കിണറ്റി വീണ് കിടക്കുന്നു. ഇത് എന്തോ ചെയ്യും ഞാനിപ്പം. ഞാനും വീണു എങ്ങനെ രക്ഷപ്പെടുന്നേ? ഇത്ര ആഴം ഉണ്ടായിരുന്നോ? കിണറ്റിന ഇതെന്തോ ചെയ്യും ഞാൻ. കേറ് ചവിട്ടി കേറ്. ഇപ്പൊ എല്ലാം കൂടെ തല്ലി പൊളിക്കുവേ. എനിക്ക് കയറാനുള്ളതായി. കേറാ മണ്ടാ നിന്ന് കറങ്ങുന്നു. ഞാൻ രാജാവായ നിന്നെ ഞാൻ എന്റെ പടത്തലവനാക്കാം. പിള്ളേരെ കിണറി ഞാൻ നശിപ്പിച്ചായിരുന്നു. അതൊന്ന് റെഡിയാക്കി കൊടുക്കട്ടെ. ഈ വീടിനകത്തൊന്നും റിസോഴ്സസ് ഒന്നുമില്ല ഇതിനകത്ത്. അതാ അതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം. ആണ്ട കുതിര ഉമ്മാമ. എന്തായാലും ഈ വില്ലേജ് വന്നോടനെ ഞാൻ കുറെ ടോർച്ച് വെച്ച് കത്തിച്ച് ചുറ്റും. വാട്ട് ഈസ് ദിസ്? തിരിച്ചിറങ്ങി പോകാനുള്ള വഴി കുറച്ച് ടോർച്ച് കൈ വേണം, അല്ലെങ്കിൽ ഇച്ചിരി സീന. കണ്ടില്ലേ, ടോർച്ചിന് ഒരു ക്ഷാമവും ഇല്ല മച്ചാമാരെ. ഷീൽഡ് മാറ്റിയിട്ട് ഞാൻ ടോർച്ച് എടുത്തു കയ്യില്. ഇതുവഴി ഇങ്ങനെ പോണം. ഇതെങ്ങോട്ടാ ഞാനീ പോന്നേ? പുറം ലോകമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. വെയിറ്റ്, ഡേഞ്ചറസ് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വേർ ആം ഐ ഗോയിങ്? അയ്യേ, ഇത് നമ്മൾ പിന്നെ താണ്ട നമ്മൾ തിരിച്ചു വന്ന്. ഇത് എന്തോ പേടിക്കാൻ ഇവിടെ? പേടിക്കാനൊന്നുമില്ല. മഴ പോയ സ്ഥിതിക്ക് നിങ്ങൾ എൻ്റെ വില്ലേജ് കണ്ടിട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. നിങ്ങൾ പോയി വില്ലേജ് കണ്ടിട്ടോ. അവതാറിനകത്തെ പാൻഡോറ പോലെ ഉണ്ട്. ഇതെന്റെ മൈൻക്രാഫ്റ്റിലെ പാൻഡോറ. നമ്മുടെ വില്ലേജിന്റെ പുത്തൻ പേര് പാൻഡോറ. ഈ വില്ലേജിന്റെ മറ്റേ ഇതെന്തുവായിരുന്നു? ഓക്കെ കോർഡിനേറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടേ. റെഡി 1 2 3 സ്റ്റാർട്ട്. എങ്ങോട്ടാണോ എന്തോ. ഏതാ ഈ സ്ഥലം? നൈസ്. നമ്മൾ അവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ട് ചാടിയത്. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കുറേ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ കാണും ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ. വീടല്ലേ സംഭവം എന്തെന്ന് പറഞ്ഞാല് എനിക്കിത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ കണ്ടിട്ടൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇനി എനിക്ക്
ചേട്ടാ കണ്ടിട്ട് പേടിയാവുന്നു. ഇത് ഞാൻ എങ്ങോട്ട് പോവാനാ? താഴോട്ട് സ്ഥലമുണ്ട്. ഇതിനൊക്കെ ഭയങ്കര ആഴം. ഇത് ഞാൻ ഒരു നൂബാ. എന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഇങ്ങനെ വരൂ. ഇത് വെള്ളമാണോ? അല്ലല്ല, വെള്ളത്തിലോട്ട് പോകുന്ന സ്ഥലമായിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ എന്തോരം താഴെ ഇറങ്ങാൻ പറ്റും അത്രയും താഴെ ഇറങ്ങാം. ഒരു സംശയം വേണ്ട. സ്കെൽട്ടൻ എന്നെ കൊല്ലൂടാ വന്നി ഞാൻ. അത്യാവശ്യം നല്ല ഡെപ്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കുറച്ച് ആയം കുഴിച്ചെടുക്കാം. എന്തായാലും ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ താഴോട്ടൊന്ന് ഇറങ്ങുക? ഓഹോ, സ്പൈഡർ. എന്തോ ഇതിന്റെ അടിയിൽ എന്തു വന്ന് ഞാൻ എങ്ങനെ ഒന്ന് കാണുന്നത്? അടിയിൽ റോക്കാ, വേറൊന്നും അല്ല. ഓക്കെ, സോ നമുക്ക് താഴോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങുമെന്ന്. എന്ത് സാധനം? എന്ത്? യോ, അറ്റാക്ക്! അണ്ണാ വരണം മിസ്റ്റർ. താങ്കളും വരണം മിസ്റ്റർ. ഓ, ലോട്ട് ഓഫ് ഒത്തിരി ഉണ്ടല്ലോ. ഒത്തിരി ഉണ്ട് കേട്ടോ. അയ്യോ, കുറെ ഉണ്ട്. ഇനി എന്റെ സ്കെലട്ടണോ തന്നെ ഞാൻ ഇവിടെ കിടന്നു ഉറപ്പാ. ഇത് കുറെ ഉണ്ട്. ഇത് തല്ലിക്കൊല്ലണോ? ഇത് നിക്ക്. അല്ലാത്ത എന്തൊക്കെയോ ഒരു പറയാനുള്ളത്. ഈ എൻഡർമാനെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. ഇനിയൊരു ചുമ്മാതെ എന്റെ പുറയിന് കണ്ണും വീഴ്ചോണ്ട് കിടക്കും. എന്നിട്ട് ഞാൻ നോക്കിയെന്ന് പറഞ്ഞ് വേളോ. മോനെ, ഇത് പിന്നെ താഴോട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിക്ക്. കണ്ടോണേ, കിഴപ്പ് എന്തോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ നോക്കാൻ നേരെ ലാവയിലോട്ടല്ലേ. വെള്ളത്തിനകത്ത് ഫ്രീ ട്രാവലിംഗ്. നമ്മൾ ഫ്രീ ആയിട്ട് വെള്ളത്തിനകത്തോട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പയ്യെ ഇറങ്ങിയാൽ മതി, നമുക്ക് ഒരു നിർബന്ധവും ഇല്ല. ഇത് എത്ര നാളത്തേക്കെന്ന് പറഞ്ഞ എവിടുന്ന് കാണാൻ വയ്യ? ചാടിക്കോ, നീ സത്യമായിട്ട് കാണാൻ വയ്യ. ഇത് എവിടുന്നാന്ന്? ലാവ അപ്പുറത്തും ഒക്കെ ലാവ. മരണക്കുഴിയിൽ കൂടിയാണ് ഞാൻ ഈ പോകുന്നത് സുഹൃത്തുക്കളെ. എന്തോ ഒരു പ്രത്യേകത ഇവിടെ മൊത്തം. ഏതാണ്ടൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഗ്ലോയിങ് സാക്ക്, അതൊക്കെ എന്തുവാ അതൊക്കെ? എനിക്ക് എന്റെ മരണത്തിലേക്ക് തന്നെ ആണെന്ന് തോന്നി. ഞാൻ എനിക്ക് സത്യം പറയല്ലേ, എനിക്ക് വലിയ പേടിയൊന്നുമില്ല. നമ്മുടെ വില്ലേജ്. നമുക്ക് എന്തായാലും ഇപ്പൊ വേണ്ട അങ്ങോട്ട് പോകുന്ന സ്റ്റെപ്പ് പോകണമെങ്കിൽ നമ്മൾ ഈ കോബാൾട്ട് ഡീപ് സ്ലേറ്റ് സഹായിക്കും. കാര്യമായി അവിടെ ഒന്ന് കുറെ കൊത്തിയെടുത്തായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇതുവഴി നല്ലൊരു സ്റ്റെപ്പ് പണിഞ്ഞിരിക്കും. ഈ കൊട്ടാരം കുറച്ചുകൂടെ അപ്ഗ്രേഡും ആയിരിക്കും. നമ്മൾ ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും.